ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു വിഷമകരമായിട്ടുള്ളൊരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മളെല്ലാം ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ, കോളേജ് ഗ്രൂപ്പ്, സ്കൂൾ ഗ്രൂപ്പ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രൂപ്പിലൊക്കെ അംഗങ്ങളായിരിക്കും അല്ലേ? അപ്പോൾ ഞാനൊരു കോളേജ് ഗ്രൂപ്പിലെ അംഗമാണ്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ സംസാരിക്കുമല്ലോ എന്തെങ്കിലുമൊക്കെ. ആ സമയത്ത് ഒരു വ്യക്തി, അതിലെ ഒരു അംഗം വന്നിട്ട് ഒരു പ്രമുഖ പത്രത്തിൽ എഴുതുന്ന ഒരു വ്യക്തിയാണ്. ഒട്ടും ഒരു മോശമായിട്ടുള്ള ഒരു മെസ്സേജ് ഇടുകയും, മോശം എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിലുള്ള മെസ്സേജാണ് ആ വ്യക്തി ഇട്ടത്. അപ്പോൾ അതിന് സ്ത്രീ എന്ന് പറയുമ്പോൾ അത് എന്നെ തന്നെയാണ് അയാൾ ഉദ്ദേശിച്ച്, എന്നെ തന്നെയാണ് അപമാനിച്ചതും. അത് തിരിച്ച് ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ അതിനെതിരെ പ്രതികരിച്ചു. പക്ഷേ ഇത്രയും സംഭവങ്ങൾ അതിലുണ്ടായിട്ടും ആ ഗ്രൂപ്പിൽ ഒരു 120ഓളം അംഗങ്ങളുണ്ട്. ഒരാൾ കൂടി ഇത് ആരെയും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ എന്താണ് എന്നുള്ള ഒരു ചോദ്യം, ഇത് എന്ത് സംഭവമാണെന്ന് പോലും ചോദിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് വളരെ എന്തുകൊണ്ട് ഒരു സ്ത്രീ ഒരു പൊതുവായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ അപമാനിതയാക്കപ്പെട്ടാൽ കൂടിയും ഇതെന്താണെന്ന് കേൾക്കാൻ ഒരാൾ വരില്ല എന്നുള്ള നഗ്നമായ സത്യമാണ് ഇന്നലെ ഞാൻ കണ്ടത്. ഒരു വ്യക്തി കൂടി എന്താണെന്ന് ചോദിക്കാൻ വരില്ല ആരും. അപ്പോൾ എൻ്റെ മറ്റൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, നീ ഇതിന് പരാതിക്ക് പോയി കഴിഞ്ഞാലും നിന്റെ ഭാഗത്തും തെറ്റാണെന്ന്. അതായത് ആ മാന്യ വ്യക്തി പറഞ്ഞത്, എന്നെ അയാൾ വ്യക്തിപരമായിട്ട് മോശമായിട്ട് എന്നെ പറഞ്ഞു, അതും പൊതുവായുള്ളൊരു ഗ്രൂപ്പിൽ വന്ന് പറഞ്ഞത്, ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മേലും എനിക്കും എനിക്ക് തെറ്റുണ്ട്. അത് എന്ത് ന്യായമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു കാര്യം വ്യക്തമായി എനിക്ക്, അതായത് ഒരു സ്ത്രീയും ഒരിടത്തും സുരക്ഷിതയല്ല, ഇപ്പോഴും സുരക്ഷിതയല്ല. ഇപ്പോൾ സ്ത്രീ സുരക്ഷയെ പറ്റിയൊക്കെ ഘോരഘോരം പറയുന്നുണ്ടെങ്കിലും സ്ത്രീക്ക് ഒരു സുരക്ഷിതത്വവും ഇന്ന് വരെയും, ഈ നിമിഷം വരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് അത്.